ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയത് കിസ്സിങ് ഹാൻഡ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കാം. ഗെസ്സിങ് ഗെയിമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പഠിച്ചില്ലേ, ഇത് കിസ്സിങ് ഹാൻഡ് എന്ന യൂണിറ്റിലെ കുറച്ച് വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആക്ട് ചെയ്യണം. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക, ആ വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, കണ്ടെത്താൻ പറയാം. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ് ദേ വിൽ ബി ദ വിന്നേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആ വേർഡ് ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും വിന്നേഴ്സ്. ഇഫ് യുവർ ഫ്രണ്ട് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ് യു വിൽ ബി ദ വിന്നർ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരായിരിക്കും വിന്നർ? യെസ്, യു വിൽ ബി ദ വിന്നർ. നിങ്ങളായിരിക്കും വിജയിയാവുക. ഓക്കെ, ഗെയിം മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിലത് കളിച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി, ഹാവൻ യു? നിങ്ങൾ ഈ സ്റ്റോറി വായിച്ച് എൻജോയ് ചെയ്തില്ലേ? ഇൻ ദ സ്റ്റോറി ചെസ്റ്റർ റാക്കൂൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിങ്സ്. ഇൻ ദ സ്റ്റോറിയിൽ എന്താണ്, ചെസ്റ്റർ റാക്കൂണ് ഡിഫറെൻറ്റ് ഫീലിങ്സ് അനുഭവിക്കുന്നുണ്ട് അല്ലേ? സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ. മാച്ച് ദം വിത്ത് ദ സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ കോളം ബി. അപ്പോൾ ഇതിവിടെ നോക്കൂ, ഫീലിങ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്, ദെൻ ഇമോജി നൽകിയിട്ടുണ്ട് അല്ലേ? നമുക്ക് പരിചിതമായിട്ടുള്ള ഇമോജികളാണല്ലേ, വാട്സപ്പിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇമോജികളോട് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ചെസ്റ്റേഴ്സ് ഫീലിങ്സ് ഇമോജി. വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇമോജി ഏതായിരിക്കും? വെൻ ഹി ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഏതായിരിക്കും ഇമോജി? യെസ്, ഹാപ്പി ആയിട്ടുള്ളതാണല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക. ദെൻ ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. സ്റ്റുഡൻസിൻ്റെയും അതുപോലെ ടീച്ചേഴ്സിൻ്റെയും എന്താണ്, പേടിയ വേണം അല്ലേ? അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരിക? ഇതാണല്ലേ. ദെൻ വൺ മദർ കംപ്ലൈൻസ് ഹിം ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ഏതായിരിക്കും? യെസ്. ദെൻ വെൻ ഹി ഗെറ്റ്സ് മദർ കിസ്. അമ്മയുടെ കിസ് കിട്ടുകയാണല്ലേ, ഇതല്ലേ വരിക. അപ്പോൾ ഓരോ ഇമോജികളും നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് യോജിപ്പിക്കുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 3 നോക്കാം. ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദി കിസ്സിങ് ഹാൻഡ്സ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ദെൻ ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് യുവർ ബിലോഡ് വൺസ്. കളർ ഓർ പ്രിൻറ്റ് മേക്ക് ദം മോർ അട്രാക്റ്റീവ്. ഹോൾഡ് എൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. ഇതൊരു ക്ലാസ് റൂം ആക്ടിവിറ്റിയാണ്. നിങ്ങൾ എന്ത് ചെയ്യും, ഈ പ്രവർത്തനം ക്ലാസ്സിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 4 നോക്കാം. സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ ജംബിൾഡ് വേ. നമ്മൾ പഠിച്ച സ്റ്റോറിയിൽ കുറച്ച് ഇവൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ശരിയായ രീതിയിലാണോ നൽകിയിട്ടുള്ളത്? അല്ലല്ലേ, ജംബിൾഡ് വേയിലാണ് നൽകിയിട്ടുള്ളത്. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. താഴെ നമുക്കിവിടെ നോക്കൂ, ഇവിടെ ബോക്സ് നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിട്ടുള്ള ജംബിൾഡ് ഓർഡറിൽ തന്നിട്ടുള്ള സെൻറ്റൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇവൻറ്റ്സിനെ നമ്മൾ ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഈ ബോക്സിൽ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ഇവൻറ്റ്സ് ആയിട്ട് നോക്കാം. മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ്. ദെൻ ചെസ്റ്റർ took his mother's and kissed her paw. Then Chester told his mother that he did not want to go to school. Then Chester danced his way to school as his mother watched. Then Mr. Raccoon kissed Chester in the middle of his palm. അപ്പോൾ ഇവൻറ്റ്സ് ഒക്കെ നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ആദ്യം നടന്ന ഇവൻറ്റ്സ് ഏതാണോ അത് ആദ്യം എഴുതണം. ഏതായിരിക്കും? യെസ്, Chester told his mother that did not want to. Chester told his mother that he did not want to go to school അല്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരിക. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇത് എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് ഏതായിരിക്കും? മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ്. സെക്കൻഡ് വൺ അതല്ലേ. ദെൻ തേർഡ്, മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റേഴ്സ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം അല്ലേ. ദെൻ ചെസ്റ്റേഴ്സ് ടു ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ഫോർത്തതല്ലേ വരിക. The last, Chester danced his way to school as his mother watched. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ഓരോന്നും എന്ത് ചെയ്യുക, ക്രമത്തിൽ താഴേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി 5. ചെസ്റ്റർ റാക്കൂൺ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ റാക്കൂൺ എന്താണ്, സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമില്ല അല്ലേ? ഹിസ് മദേഴ്സ് കമ്പൽസ്. അമ്മ എന്ത് ചെയ്യാണ്, അവനെ നിർബന്ധിക്കുകയാണ്. ഹിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദം. അപ്പോൾ അവർ തമ്മിലുള്ള, അതായത് ചെസ്റ്റർ റാക്കൂണും അവൻ്റെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ, ഒരു പിക്ചർ ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. അപ്പോൾ നമ്മളോട് എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങളോട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, ഫസ്റ്റ് ചെസ്റ്റർ എന്താ പറയുന്നത്? അമ്മ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മ, എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട എന്ന് പറയുകയാണല്ലേ.
അപ്പോൾ എന്താവും മദർ പറഞ്ഞിട്ടുണ്ടാവുക, വൈ ആർ യു സേയിങ് ഡിയർ, നീ എന്താ അങ്ങനെ പറയുന്നത് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ചെസ്റ്റർ എന്താ പറയുക, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, എനിക്ക് അമ്മയോടൊപ്പം നിൽക്കണമെന്ന് പറയുകയാണല്ലേ. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. അപ്പം മദർ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക, യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ്, നിനക്ക് അവിടെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ചെസ്റ്റർ എന്താ പറയുന്നത്, നോ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, ഐ വാണ്ട് ടു റീഡ് മൈ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. അപ്പോൾ അവൻ പറയണില്ല, എനിക്ക് എൻ്റെ ടോയ്സ് വെച്ച് കളിക്കണം, ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്, എനിക്ക് എൻ്റെ ബുക്സ് വായിക്കുകയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണല്ലേ. അപ്പോൾ മദർ എന്താ പറയുന്നത്, ഡിയർ യു വിൽ ഓൾസോ ഗെറ്റ് ന്യൂ ബുക്സ് ആൻഡ് ടോയ്സ് ഫ്രം സ്കൂൾ. അപ്പോൾ അമ്മ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഡിയർ യു വിൽ ഓൾസോ ഗെറ്റ് ന്യൂ ബുക്സ് ആൻഡ് ടോയ്സ് ഫ്രം സ്കൂൾ, നിനക്ക് പുതിയ ടോയ്സും ബുക്സും ഒക്കെ എന്ത് ചെയ്യും, സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് പറയുകയാണല്ലേ. അപ്പോൾ ചെസ്റ്റർ പറയാണ്, പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു, അമ്മ ഞാൻ ദയവ് ചെയ്ത് നിങ്ങളോടൊപ്പം നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണല്ലോ. അപ്പം അമ്മ എന്താ പറയുക, സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു, ഐ നോ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് മേക്സ് യു ഓവർകം യുവർ ഫിയർ. അപ്പോൾ ചെസ്റ്റർ ചോദിക്കുകയാണ്, ഈ സീക്രറ്റ്, വാട്ട് കൈൻഡ് ഓഫ് സീക്രറ്റ്, ഒരു സീക്രറ്റോ, എന്ത് സീക്രറ്റ് എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പം മദർ എന്താ പറയുന്നത്, യെസ് ദ സീക്രറ്റ് ഈസ് ദ കിസ്സിങ് ഹാൻഡ്, സീക്രറ്റ് എന്താണ്, ദ കിസ്സിങ് ഹാൻഡ് അല്ലേ, സീക്രറ്റ് ഈസ് ദ കിസ്സിങ് ഹാൻഡ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കോൺവെർസേഷൻ ഇതുപോലെ ഇവിടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, ഇനി ആക്ടിവിറ്റി 6 നോക്കാം നമുക്ക്. Chester and his mother visit the office of the school. Chester looks around. Here is what he said. Describe it. എന്താണ്, ചെസ്റ്ററും അവൻ്റെ അമ്മയും കൂടി സ്കൂളിൽ വിസിറ്റ് ചെയ്യുകയാണ് അല്ലേ. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്, ചെസ്റ്റർ എന്ത് ചെയ്യാണ്, ചുറ്റും നോക്കി. ഹിയർ ഇസ് വാട്ട് ഹി സീ, അവൻ അവിടെ എന്താണ് കണ്ടത്, ഡിസ്ക്രൈബ് ഇറ്റ്, അത് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എഴുതാം, എന്താണ്, യെസ് ദിസ് ഈസ് എ ഓഫീസ് റൂം ഓഫ് എ സ്കൂൾ, ഇതൊരു സ്കൂളിൻ്റെ ഓഫീസ് റൂമാണല്ലേ. ദ നെയിം ഓഫ് ദ സ്കൂൾ ഈസ് ABC സ്കൂൾ, സ്കൂളിൻ്റെ പേരെന്താണ്, ABC സ്കൂൾ എന്നാണല്ലേ. ദ ഹെഡ് മാസ്റ്റർ ഈസ് വെൽക്കമിങ് ചെസ്റ്റർ റാക്കൂൺ ആൻഡ് ഹിസ് മദർ. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യാണ്, ചെസ്റ്റർ റാക്കൂണിനെയും അവൻ്റെ അമ്മയെയും വെൽക്കം ചെയ്യുകയാണല്ലേ. ദെൻ എ ടീച്ചർ ഈസ് സ്റ്റാൻഡിങ് നിയർ ദ ഹെഡ് മാസ്റ്റർ, ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് ആരും നിൽക്കുന്നുണ്ട്, ഒരു ടീച്ചർ നിൽക്കുന്നുണ്ട് അല്ലേ. സം ടീച്ചേഴ്സ് ആർ സിറ്റിംഗ് ഇൻ ദ സ്റ്റാഫ് റൂം, കുറച്ച് ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നുണ്ട്. ദർ ഈസ് എ ഫാൻ ഇൻ ദ റൂം, റൂമിൽ എന്തുണ്ട്, ഒരു ഫാൻ ഉണ്ട് അല്ലേ. ദെൻ എ ക്ലോക്ക് ആൻഡ് കാലണ്ടർ ആൻഡ് ആൾസോ ബി സീൻ, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു ക്ലോക്കും കാലണ്ടറും കാണാനുണ്ട് അല്ലേ. ദർ ഈസ് എ ബ്യൂട്ടിഫുൾ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ, ഫ്ലോറിൽ എന്താണ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർപ്പറ്റ് ഉണ്ട്. ദെൻ an empty dustbin is also seen near the table of the headmaster. ഹെഡ്മാസ്റ്ററിൻ്റെ അടുത്തായിട്ട് എന്തുണ്ട്, ഒരു empty dustbin ആണ് അല്ലേ. Then Chester and his mother are eagerly waiting to take admission. ചെസ്റ്ററും അവൻ്റെ അമ്മയും എന്ത് ചെയ്യാണ്, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈഗർലി ആയിട്ട് ഇങ്ങനെ വെയിറ്റ് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ എഴുതുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 7 നോക്കാം നമുക്ക്. ചെസ്റ്റർ കം ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ്, ചെസ്റ്റർ ക്ലാസ്സിലെത്തിയിട്ട് മുന്നത്തെ ബെഞ്ചിൽ ഇരിക്കുകയാണല്ലേ. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർസെൽഫ്. അപ്പം എന്ത് ചെയ്യാണ്, അവൻ്റെ ടീച്ചർ വന്നിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഷീ ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽഫ്. അപ്പോൾ അവർ പറയാണ്, നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ദംസെൽഫ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാണ്. ചെസ്റ്റർ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. അപ്പോൾ ചെസ്റ്റർ എന്ത് ചെയ്യാണ്, അവൻ സ്വയം എന്ത് ചെയ്യണം, അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ. ഹിയർ ഈസ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. നോക്കൂ, മൈ സെൽഫ് എന്തൊക്കെയാണ് പറയുന്നത്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ചെസ്റ്റർ റാക്കൂൺ, ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ റാക്കൂൺ പറയുന്നത്, എൻ്റെ പേര് ചെസ്റ്റർ റാക്കൂൺ എന്നാണ്. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്, ഞാൻ ഫോറസ്റ്റിൽ നിന്നാണ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റാക്കൂൺ ആൻഡ് മൈ മദർ ഈസ് ചെൽസ റാക്കൂൺ. ദെൻ ഐ ലവ് മൈ പാരൻസ്, ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. അപ്പോൾ എന്തൊക്കെയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നുണ്ടല്ലേ, റണ്ണിങ്, ജമ്പിങ്, പ്ലേയിങ് ഒക്കെയാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, യെസ് ഇതുപോലെ നിങ്ങളെ കുറിച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എഴുതുക, നിങ്ങൾ ഐ ആം ചെസ്റ്റർ, ഫസ്റ്റ് എന്ത് ചെയ്യുക, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് എന്ന് എഴുതുക. ദെൻ ഐ ആം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് എഴുതുക. ദെൻ ഐ ആം ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണോ വരിക അത് എഴുതാവുന്നതാണ്. ദെൻ മൈ ഫാദർ, മൈ മദർ, നിങ്ങളുടെ പേര്, അമ്മയുടെ പേരോ അച്ഛൻ്റെ പേരോ എഴുതുക. ദെൻ ഇതുപോലെ ഐ ലവ് മൈ പാരൻസ് എന്ന് എഴുതിയിട്ട് ദെൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം ആ കാര്യങ്ങളൊക്കെ എഴുതി ഇതേപോലെ എന്ത് ചെയ്യുക, നിങ്ങളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുക. ഓക്കെ.
Then activity 8 നോക്കാം. When Chester and his mother reach school, they happen to see a notice board. Let's read the notice. എന്താണ്? ചെസ്റ്ററും അവൻ്റെ അമ്മയും കൂടിയിട്ട് സ്കൂളിൽ എത്തി നോക്കുമ്പോൾ അവർ എന്ത് കാണാണ്? ഒരു നോട്ടീസ് ബോർഡ് കാണാണ് അല്ലേ? ലെറ്റ്സ് റീഡ് ദ നോട്ടീസ്. അപ്പം നോട്ടീസ് ബോർഡ് നമ്മളോട് വായിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നോക്കൂ, ഡോസും ഡോൺസും നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഡൂസ് നൽകിയിട്ടുള്ളത്? അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി. ദിവസം എന്ത് ചെയ്യണം? സ്കൂളിൽ അറ്റൻഡ് ചെയ്യണം അല്ലേ? വരണം. ദെൻ ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ദെൻ കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ് ഇൻ ടൈം. ദെൻ റീച്ച് ദ സ്കൂൾ ഇൻ ടൈം. കീപ് ദ സ്കൂൾ ക്ലീൻ. അപ്പോൾ ഇതൊക്കെയാണ് ഡൂസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. ദെൻ ഡോൺസിൽ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി. ദെൻ ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്. ദെൻ ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. ദെൻ ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രെമിസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡോൺസിൽ നൽകിയിട്ടുള്ളത് അല്ലേ? ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചർ ഈസ് ഓൺ ലീവ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ടീച്ചർ ഒരു ദിവസം ലീവാണെന്ന് അല്ലേ? റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ. അപ്പം ടീച്ചറുടെ ആബ്സെൻസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റാത്തതും ഡൂസും ഡോൺസും ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ ഡൂസ് നമുക്ക് എന്തൊക്കെ എഴുതാം? എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് എഴുതാം. ദെൻ ഡോൺസിലൊന്ന് കൊടുത്തിട്ടുണ്ട്, ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്. മറ്റ് ക്ലാസ്സിന് എന്ത് ചെയ്യരുത്? ഡിസ്റ്റർബ് ചെയ്യരുത്. ദെൻ എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ ഡൂസിൽ? കംപ്ലീറ്റ് യുവർ നോട്ട്സ് എഴുതാം അല്ലേ? ദെൻ ഹെൽപ്പ് ഫ്രണ്ട് ഇൻ സ്റ്റഡി. ദെൻ കീപ് ദ ക്ലാസ് റൂം നീറ്റ്. ദെൻ റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ദെൻ ഡോൺസിൽ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് എഴുതാം? ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടീസ്. ഡോണ്ട് പ്ലേ ഇൻ ദ ക്ലാസ്. ദെൻ ഡോണ്ട് ടോക്ക് ലൗഡ്ലി. ദെൻ ഡോണ്ട് ലീവ് ദ ക്ലാസ് വിത്തൗട്ട് പെർമിഷൻ. ഇതൊക്കെ നമുക്ക് ഡോൺസിലും എഴുതാം അല്ലേ? ഓക്കെ, ഇനി ആക്ടിവിറ്റി 9 എന്താണെന്ന് നോക്കിയാലോ? റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻ. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് നോക്കുക. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ദെൻ ഐ വാണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ് അല്ലേ? ദെൻ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ജസ്റ്റ് ഫെൽസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. അപ്പോൾ പിക്ക് ഔട്ട് ഫ്യൂ സിമിലർ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റോറിയിൽ നിന്ന് എടുത്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാം? യെസ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ദെൻ ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ദെൻ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. ദെൻ യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. ദെൻ ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺ ഇറ്റ് ഫ്രം ഹെർ മദർ. ദെൻ ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. അപ്പോൾ ഇതുപോലുള്ള നമ്മൾ വിത്തും ടൂവും ഫ്രം ഒക്കെ വെച്ചുള്ള സെൻറ്റൻസ് ഇല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടേക്ക് എടുത്ത് എഴുതുക. Okay, then activity 10 നോക്കാം. Here is a conversation between Chester Raccoon and his class teacher. Read and supply the missing words. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ചെസ്റ്റർ റാക്കൂണിൻ്റെയും എൻ്റെ ക്ലാസ് ടീച്ചറും തമ്മിൽ കോൺവെർസേഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ കുറച്ച് മിസ്സിങ് വേർഡ്സ് ഉണ്ട് അല്ലേ? വിത്ത്, ടു, ഫ്രം, ഇൻ. അപ്പോൾ ഇതൊക്കെയാണ് മിസ്സായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൂട്ടബിൾ ആയിട്ട് രീതിയിൽ എന്ത് ചെയ്യണം? ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യണം ഈ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം? അപ്പോൾ എന്താ ചെസ്റ്റർ പറയുക? ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റാക്കൂൺ അല്ലേ? അപ്പോൾ ടീച്ചർ, വെർ ആർ യു ഫ്രം? അപ്പോൾ ചെസ്റ്റർ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ആം ഡേഷ് ദ ഫോറസ്റ്റ്. അവിടെ എന്താ വരേണ്ടത്? ഫ്രം ആണല്ലേ വരേണ്ടത്? ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? വെൽ, വാട്ട് ഡു യു ലൈക്ക് ടു ഡു? ഇൻ ദ ഫോറസ്റ്റ് ആണല്ലേ വരേണ്ടത്. അവിടെ എന്താ വരേണ്ടത്? ഇന്നാണ് വരേണ്ടത്. ദെൻ ചെസ്റ്റർ പറയാണ്, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. അപ്പോൾ ടീച്ചർ പറയാണ്, ദാറ്റ് മസ്റ്റ് ബി ഫൺ. വിച്ച് ഗെയിം ഡു യു ലൈക്ക് മോസ്റ്റ്? അപ്പോൾ ചെസ്റ്റർ എന്താ പറയുന്നത്? ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്. അവിടെ എന്താവും വരിക? വിത്ത് മൈ ഫ്രണ്ട്സ് എന്നാവും അല്ലേ? ദെൻ ടീച്ചർ, ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ, വെൻ വിൽ യു ഗോ ടു? ഇവിടെ എന്താ വരിക? വെൻ വിൽ യു ഗോ ടു അല്ലേ? ടു യുവർ ഹൗസ്. ദെൻ ചെസ്റ്റർ, വെൽ, ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. 3 days. ടീച്ചർ, ഓക്കെ താങ്ക്സ്, വി വിൽ മീറ്റ് എഗെയിൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വേർഡ്സ് ഇതുപോലെ ഇവിടെ എഴുതിയിട്ട് ഈ കോൺവെർസേഷൻ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. Then activity 11 നോക്കാം. The following is the diary entry of Ainu. There are some errors in it. Read and edit. അയിനുവിൻ്റെ എന്താണ്? ഡയറി എൻട്രിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലൊക്കെ കുറച്ച് തെറ്റുകളുണ്ടല്ലേ? അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്? വായിച്ചിട്ട് അത് എഡിറ്റ് ചെയ്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ബൈ സം ഫ്രൂട്ട്സ്. അവിടെ വിത്തിന് പകരം അവിടെ എന്താണ് വരേണ്ടത്? വിത്താണോ വരേണ്ടത്? അല്ല, അവിടെ എന്താണ്? ഐ വെൻറ്റ് ടു ആണല്ലേ വരേണ്ടത്. അവിടെ എന്താ വരേണ്ടത്? 2 ആണ് വരേണ്ടത്. ഓക്കെ, 2 എന്ന് എഴുതി കൊടുക്കുക. ദെൻ ഐ സോ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ഓറഞ്ച് 2 ആണോ? അല്ല, ഓറഞ്ച് ഓൺ ആണല്ലേ അവിടെ വരേണ്ടത്. അവിടെ ഓൺ ആണ് വരേണ്ടത്. ഓൺ ദ ഷെൽഫ് ആൻഡ് ഡിസൈഡ് ടു ബൈ ഇറ്റ്. ദെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് ഷോർ ആണല്ലേ അവിടെ കൊടുത്തിട്ടുള്ളത്.
അവിടെ ഇൻ അല്ലേ വരേണ്ടത്, ഇൻ ദാറ്റ് ഷോർ അല്ലേ, ഇൻ ദാറ്റ് ഷോർ. ദെൻ മൈ ഫ്രണ്ട്, അവിടെ എന്താ പ്രശ്നം, ക്യാപിറ്റൽ ലെറ്റർ ആണ് അല്ലേ, എം ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കുക. ദെൻ മീ ഗോ ടു ബൈ ദ പാർക്ക് ആണല്ലേ കൊടുത്തിട്ടുള്ളത്, അവിടെ ബൈ ആണോ വരേണ്ടത്, അവിടെ എന്താ വരേണ്ടത്, മീ ഗോ ടു ദ പാർക്ക് അല്ലേ, അവിടെ ടു ആണല്ലേ വരേണ്ടത്, ടു എന്ന് എഴുതി കൊടുക്കുക. ദെൻ ഐ വെൻറ്റ് ഫ്രം ഹെർ, ഫ്രം ആണല്ലേ കൊടുത്തിട്ടുള്ളത്, ഐ വെൻറ്റ് ഫ്രം ഹെർ, അവിടെ എന്താ വരേണ്ടത്, ഫ്രമിന് പകരം എന്താ ഇവിടെ വരേണ്ടത്, വിത്ത് ആണല്ലേ വരേണ്ടത്, വിത്ത് ഹെർ എന്നാണല്ലേ വരേണ്ടത്. ഓക്കെ, ഇവിടെ എന്താണ്, വിത്താണ് വരേണ്ടത്. ദെൻ വി സാറ്റ് ദ ബെഞ്ച് ആൻഡ് ദ ഓറഞ്ച് ടുഗദർ, വി എന്നുള്ളിടത്ത് ക്യാപിറ്റൽ ലെറ്റർ ആണല്ലേ ഡബ്ല്യു വരേണ്ടത്. ദെൻ സാറ്റ് അറ്റല്ല, അവിടെ എന്ത് വരണം, ഓൺ ആണ് വരേണ്ടത്, ഓൺ ദ ബെഞ്ച് ആൻഡ് ദ ഓറഞ്ച്. ഐ എന്നുള്ളത് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കുക. ദെൻ ഐ ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ് ആണല്ലോ, അവിടെ ഇൻ ടു ആണ് വരേണ്ടത്, ഇൻ ടു. ഓക്കെ, ഇൻ ടു ദ ഗാർബേജ് ആണ് വരേണ്ടത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 12 നോക്കാം. റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻ ടു 2. 1 ഹാസ് ബീൻ ഡൺ ഫോർ യു, എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നമുക്ക് സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ടല്ലോ, അതിന് എന്ത് ചെയ്യണം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതണം. ഫസ്റ്റ് നോക്കൂ, യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പോൾ അതിന് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കും. നോക്കൂ, യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, ദെൻ നെക്സ്റ്റ് യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സെൻറ്റൻസും ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, നമുക്ക് നോക്കാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ്സ് ഓൺ ന്യൂ സ്വിങ്സ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് എഴുതാം, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. ദെൻ തേർഡ് സെൻറ്റൻസ് നോക്കൂ, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഇതിനെ നമുക്ക് രണ്ട് സെൻറ്റൻസ് ഇങ്ങനെയാക്കാം, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ദെൻ ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് എന്നിങ്ങനെ രണ്ട് സെൻറ്റൻസ് ആക്കാം അല്ലേ. ഓക്കെ, ദെൻ റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസസ്. ഇവിടെ പാസേജ് നൽകിയിട്ടുണ്ട്, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, തന്നിട്ടുള്ള പാസേജ് നമുക്ക് വായിച്ച് നോക്കാം. എ ക്യൂരിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ് ആൻഡ് ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. Then one day it found a shiny object and decided to take it back its cozy den. It placed the object on soft bed of leaves and started at its wonder. The raccoon's eyes sparkled and it had discovered a beautiful toy. അപ്പോൾ തന്നിട്ടുള്ള നമ്മൾ ഈ പാസേജിന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഓരോ സെൻറ്റൻസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതില്ലേ, അതുപോലെ ഇവിടെ നൽകിയിട്ടുള്ള ഓരോ സെൻറ്റൻസും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, നമുക്ക് എഴുതാം. എ ക്യൂരിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ്, then it liked to explore new places. One day it found a shiny object, then it decided to take it back into cozy den. Then it placed the object on a soft bed of leaves. Then it started at it with wonder. The raccoon's eyes sparkled. Then it had discovered beautiful toy. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. ദെൻ ആക്ടിവിറ്റി 13 നോക്കാം. പസിൽ ആണല്ലേ. ഷാൽ ബി പ്ലേ വിത്ത് വേർഡ്സ്, കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദ ക്ലോസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യുക. എ ക്രോസ്, മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഏതാണ്, മനസ്സിലായോ, സ്വിങ് ആണല്ലേ. ദെൻ ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. ഏതായിരിക്കും, സ്കാമ്പർ ആണല്ലേ. ദെൻ ടു ഗിവിങ് ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽബീയിങ്. വേർഡ് ഏതാ വരിക, കോസി അല്ലേ, വേർഡ് ഏതാണ്, കോസി. ദെൻ ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ, റാപ്പ് ആണല്ലേ, ഏതാണ്, റാപ്പ്. ദെൻ റം സംതിങ് ജെന്റ്ലി വിത്ത് നോസ് ആസ് ഇറ്റ് ഷോ അഫെക്ഷൻ. ഏതാ വേർഡെന്ന് മനസ്സിലായോ, ഏതാണ്, നസിൽ ആണല്ലേ. ദെൻ ഫ്രൈറ്റനിങ് കോസിങ് ഫിയർ. ഏതാ വേർഡ് കൂട്ടുകാരെ, സ്കെയറി ആണല്ലേ. ദെൻ എൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ ചൈൽഡ് ടു പ്ലേ വിത്ത്. ഏതായിരിക്കും വേർഡ്, ടോയ് അല്ലേ, ഏതാണ്, ടോയ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പസിലൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നല്ലേ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.